ഇന്നേ വരെ ഒരു പായസം പോലും പറ്റിട്ടില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ஒரு வெள்ளி கொலுசு போல இந்த பூமி சிந்தும் கீழே அணியாத வைரம் போல அந்த வானம் மினுங்கும் மேல. ஆரம்பிக்கலாங்களா? ഹേ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മുടെ അച്ഛന്റെ ബർത്ത്ഡേ ആണ് അല്ലേ അച്ഛൻ? അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ആണ് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം പോകുന്നത് നേരെ ട്രിവാൻഡ്രത്തേക്കാണ്. നമ്മളൊരു ക്യാമറ എടുക്കാൻ വേണ്ടി പോവാണ് ഇല്ലേ അച്ഛൻ? നമ്മള് ആക്ഷൻ ക്യാമറ എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോഴും കുറച്ച് റണ്ടർലയിലൊക്കെ പോകുമ്പോഴത്തേന് നമ്മള് ആദ്യവട്ടം പോയപ്പോഴും നമുക്ക് എല്ലാ റൈഡിലും എടുക്കാൻ പറ്റില്ല. ഈ ഗോപ്രോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോൺ ഇച്ചിരി ഹെവിയാണ്, അതുപോലെ എക്സ്പെൻസീവ് ആണ്. താഴെ വീണ് പൊട്ടിയാൽ തീർന്ന്. അതുകൊണ്ട് ഒരു ആക്ഷൻ ക്യാമറ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് ഷോപ്പിൽ വരും, ഇന്ന് വന്നു. അപ്പം നമ്മളത് എടുക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കൾ. ഇതിന് ശേഷം ഒരു കേക്ക് വാങ്ങിച്ച് വീട്ടിൽ പോയി നമുക്ക് സർപ്രൈസ് ചെയ്യിക്കാം. അച്ഛൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, അതെനിക്ക് 100% ഉറപ്പാണ്. അച്ഛന്റെ ബർത്ത്ഡേ നമ്മൾ ലൈഫിൽ ഇതുവരെയായിട്ടും ആഘോഷിച്ചിട്ടില്ല ഇല്ലേ? അതെ. അതെന്താടാ ഓർക്കാറില്ല, ആരും പറയാറുമില്ല, മറന്നു പോകും. അച്ഛൻ പോലും ഓർക്കാറില്ല. നമുക്ക് തന്നെ ഡേറ്റ് അറിഞ്ഞൂടല്ലോ. നമ്മളെ ബർത്ത്ഡേ നമ്മളെ അച്ഛനമ്മമാരെല്ലാം ഓർത്തിരുന്ന് നമ്മൾ ആഘോഷിക്കും. പക്ഷെ നമ്മൾ ഓർത്തിരിക്കാറില്ല ഗൈസ്. ശരിയാണ്. എത്ര മക്കള് നമ്മളെത്ര അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അവർക്ക് കേക്ക് കട്ട് ചെയ്യുന്നു എന്നത് അങ്ങനെ ചെയ്യുന്നവർ കാണും. പക്ഷെ മെജോറിറ്റി ആൾക്കാർ ചെയ്യാത്തതാണെന്ന് തോന്നുന്നു. നമ്മൾ ചെയ്തിട്ടില്ല. അതുമല്ല, അവർക്ക് കേക്ക് കെട്ടിയെന്നൊക്കെ ഒരു ക്രിഞ്ച് പരിപാടിയാണ്. ഭയങ്കര മടി. അമ്മയ്ക്കായാലും അച്ഛനായാലും ഒക്കെ ഒരു ആഘോഷിക്കുന്നതൊക്കെ ചോദിക്കും. ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇത്ര വയസ്സായില്ലേ, ഇനി എന്തിനാ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല കേസ്. ബർത്ത്ഡേ നമ്മൾ ഒരു വർഷം, നമ്മൾ ഒരു വയസ്സ് പീരീഡുമാണ്. അത് ആഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്ത് തന്നെ അടുത്തൊരു വർഷം തുടങ്ങണം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ട്രിവാൻഡ്രം പോവാം. ഫസ്റ്റ് ക്യാമറ എടുക്കാം, അതിനുശേഷം ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിതേ ക്യാമറ ഷോപ്പിന്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയി നമ്മളെ സാധനം എടുക്കാം. ഇവിടെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എന്നിട്ട് നഞ്ഞോട്ട് വന്നാൽ നല്ല മഴയായിരുന്നു കേട്ടോ. എവിടെ ലൈറ്റ് എന്തോരം ലൈറ്റ് ആയിരിക്കും നോക്കിയാണ്. നമ്മളെ സാധനം കിട്ടി. DJ Action 4 ഇതിവിടെ ഇല്ലല്ലായിരുന്നു, നമ്മൾ പറഞ്ഞെടുപ്പിച്ചേ. അവരുടെ ഫസ്റ്റ് സ്റ്റൈലാണിത്. പ്രവീൺ അൺബോക്സ് ചെയ്യുകയാണ്. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് വല്ലതും പറ്റിയ ഫസ്റ്റ് എല്ലാ ഇവന്റെ മണ്ടയ്ക്കാണ്. പിന്നെ സാധനം അഡ്വഞ്ചർ കിറ്റ് ആയിട്ട് എടുത്തത്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു മൗണ്ട് വരുന്നുണ്ട്, ഒരു ചെറിയ ട്രൈപോഡ് വരുന്നുണ്ട്. പൊക്കാൻ എന്തോ പറ്റും തോന്നുന്നു. അടിപൊളി. ഇതിപ്പോ വാട്ടർ പ്രൂഫ് ആണല്ലോ. ചെയ്യാം. ഇപ്പോൾ ഇടാലോ. നീ എന്നിട്ടുള്ള അണ്ടർ വാട്ടർ പോവാണോ താങ്കൾ? 3 ബാറ്ററി എന്തോ വരുന്നുണ്ട്. ചാർജ് കുറവാണ്. ഫുൾ ചാർജാണ് ഗ്രീൻ കാണിക്കും. ബാറ്ററി ലോ ആണ്, അതാണ് യെല്ലോ കാണിക്കും. അവന്റെ തിരുവോന്നയാണല്ലോ കണ്ടത് ആദ്യം. ഇതിനകത്ത് 120 FPS 4K 120 FPS എടുക്കാൻ പറ്റും ഗൈസ്. വെയിറ്റ് ഉണ്ടോ? ഇത് കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്. ഗോപ്രോ വെയിറ്റ് ഉണ്ട് കേട്ടോ. തല വയ്ക്കാനോ? തലയിലേക്ക് വെക്കാൻ കേട്ടോ. ഇത് തല വെച്ചിട്ട് അതെടുത്ത് ഒട്ടിച്ചത് നമുക്ക് ഇറങ്ങി പോകാം. പിന്നെ കാണാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ഷൻ ക്യാമറയിലെ ഷോട്ടുകളാണ് സുഹൃത്തുക്കളെ. എടാ എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കടാ, അഡ്വഞ്ചറായിട്ട്. ഇത് എടുത്താൽ ഫുൾ അഡ്വഞ്ചർ കാണിക്കണമെന്നാ തോന്നി. അതിന്റെ മണ്ടയിൽ നിന്നിട്ട് ചാടി സ്റ്റെബിലൈസേഷൻ ഉണ്ടോ നോക്കും. നമ്മളിത് അവിടുന്ന് നമ്മളെ ക്യാമറയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇനി എന്ത് എവിടെ പോകുന്നത്? ജ്യൂസ് കുടിക്കാൻ. 1 പൈനാപ്പിൾ മാംഗോ ജ്യൂസ് എത്തിയിട്ടുണ്ട്. പകുതി പതയാ വേണ്ടേ? സത്യല്ലേ? ഗായ്സ്, അപ്പോൾ നമ്മുടെ കേക്ക് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ.
മഞ്ഞ വാങ്ങ ഒരു വെറൈറ്റിക്ക്. യെല്ലോ. ഹാപ്പി ബർത്ത്ഡേ അച്ഛനും പിന്നെ ഒരു ലവും. ഒരു ലവ്, 2 ലവ് ഇരിക്കട്ടെ. ഒരു ലവ് എനിക്ക്, ഒരു ലവ് നിനക്കും. എന്നാ കൊച്ചു എഴുതും. അല്ല നീ എഴുതി. വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതെ വലിയ എക്സ്പീരിയൻസ് നമ്മൾ എഴുതും. ഇവിടെ വെച്ചു പയ്യുടെ ഒരു നീട്ടം. എന്റെ ദൈവമേ, കൊച്ചു എഴുതുന്നതാണ്. എത്ര പേരാ അത് നിൽക്കുന്നത് നോക്കി. ലവൊക്കെ സെട്രാ. ലവ് ആണെന്ന് പറഞ്ഞത് അത് എഴുതാൻ സ്ഥലമില്ല. എഴുതണ്ടേ പറഞ്ഞ. അപ്പൊ കൊച്ചു തന്നെ അച്ഛന്റെ ബർത്ത്ഡേ കേക്കിൽ എഴുതി കേട്ടാ, ഒരു രക്ഷയില്ല. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് പ്ലാനൊക്കെ മാറ്റി കേട്ടോ. നമ്മളവിടെ പ്ലാൻ വെച്ച് നമ്മൾ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ നമ്മൾ അവിടെ നേരെ ഇനി വീട്ടിലോട്ട് വിട്ടു. അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് മാളിൽ പോകാം. അവർ ഫണ്ടൂറിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അച്ഛനും അമ്മയും റെഡി ആയിട്ട് വീട്ടിലിരിപ്പുണ്ട്. നമ്മൾ വിളിച്ച് പറഞ്ഞ് റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു. ഇവിടെ കറണ്ട് ഇല്ല ഗൈസ്. അപ്പോൾ കേക്ക് നമ്മൾ വാങ്ങിച്ച് ഡിക്കിക്കകത്ത് വെച്ചേക്കാണ്. കേക്ക് എപ്പം കട്ട് ചെയ്യാനാ? കറണ്ട് ഇല്ലാതെ വെട്ടോ വിളിച്ചില്ലാതെ എങ്ങനെ കട്ട് ചെയ്യുന്നത്? അപ്പോൾ മിക്കവാറും നമ്മൾ ട്രിവാൻഡ്രം പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് കട്ട് ചെയ്യാം ഗൈസ്. അതായിരിക്കും നല്ലത്. എനിക്ക് കാണാം, പറ. നീ നോക്കാതെ പറ. പുതിയ ക്യാമറ കൊള്ളാം. സുഖമാണല്ലേ? ഏത് ചാനലിൽ വർക്ക് ചെയ്യുന്ന? മസാല ദോശ ഇങ്ങനെ പൊങ്ങിയിരുന്നില്ല. മസാല അത് മറ്റേ ഇതാടാ, നെയ് റോസ്റ്റാ പൊങ്ങിയിരിക്കുന്ന. അടിപൊളി. അത് പ്ലെയിൻ ദോശ, ഇത് നെയ് റോസ്റ്റ്. ഗൈസ്, അപ്പോൾ നമ്മളിത് ലുലുവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ ഇനി ഫണ്ടൂറയിലോട്ട് പോവാം. നിങ്ങളാ? അതെ, കൊച്ചി താണ്ട് ഇവിടെ റീചാർജ് ചെയ്യാണ്. ഇവിടെ ഓഫർ ഉണ്ട് ഗൈസ്. ആണ്ട് ഇതാണ് ഇവിടുത്തെ റേറ്റ് കേട്ടോ. അച്ഛന് വെയിറ്റ് കൂടിയോണ്ട് അവർ പറഞ്ഞ് സൈനൊക്കെ ചെയ്യണം. ചാടരുത്, കാലക്കൊടിയും നോക്കി ചാടണമെന്ന് പറയുന്നത്. അമ്മയുടെ അടുത്ത് കൂടിയാ പറയുന്നത് കേട്ടാ. എല്ലാം ഇല്ല, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഒരു അഡ്വഞ്ചറായിട്ട് നമ്മൾ എടുക്കണം. കൊച്ചു ഇവിടെ സൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പം നാണ്ട് ഇവിടെ ടാഗൊക്കെ കെട്ടുവാണ് സുഹൃത്തുക്കളെ. അച്ഛൻ ഇന്ന് അറമാദിക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ടൈമാണ് അമ്മയും അച്ഛനും കൂടി ഫണ്ടൂറയിൽ വരുന്നത്. എല്ലാത്തിലും ചാടാം. ഇന്ന് നമുക്ക് 3/4 മണിക്കൂറത്തേക്ക് നമുക്ക് എന്നും ചാടാം. എന്നിട്ട് ചാട് 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 ചാട്. എങ്ങനെയുണ്ട്? പിടിച്ചോ. ഇതൊക്കെ എന്തിനൊക്കെ സാധനം ഓടക്കടാ. എന്തിനാ കാണിക്കുന്ന? അന്ന് കൊച്ചു അല്ലേ ജയിച്ചത്? അന്ന് ഇതെന്റെ പഴയ കേട്ടോ. ഇതില് തോറ്റിട്ടൊന്നും വീട്ടിൽ കയറ്റൂല. കള്ളക്കളി മല്ലയ്യ, കള്ളക്കളി. നിങ്ങൾ രണ്ടിൽ വിൻ ചെയ്യുന്ന ആള് കൊച്ചുമായിട്ട് ഫൈനല്.
എന്നെ ഒന്ന് എണിപ്പിക്കോ. അടുത്തത് വാശിയേറിയ മത്സരം കൊച്ചു അച്ഛനും തമ്മിലുള്ള കേട്ടോ. ഇതിൽ ആരാണ് ഫൈനലി വിൻ ചെയ്യുന്നത് നോക്കാം കേട്ടോ. എന്നെ കൊച്ചു 2 വട്ടമാണ് എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരറ്റത്ത് നിന്ന് അച്ഛൻ കയറിയിരിക്കുന്നു, ഒരറ്റത്ത് നിന്ന് കൊച്ചു കയറിയിരിക്കുന്നു. ഓ ഷോട്ട് റേ. അയ്യോ വാശിയേറിയ മത്സരം കേട്ടോ. അച്ഛൻ അടുത്ത് എങ്ങനെയായിരുന്നു ഗെയിം? അടിപൊളി, സൂപ്പർ അല്ലായിരുന്നാ? വീഡിയോ എടുത്തിട്ടുണ്ട്. പതുക്കെ ഇവിടെ എറുപ്പന്തളി. എടാ മോനെ, പിടിച്ചോ. ഇത്ര അഹങ്കാരം പാടില്ല. സകലകല അഭ്യാസം ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ഇങ്ങനെ പേടിക്കലടാ. എത്ര അടി കൊണ്ട് എനിക്ക് എറിയാൻ കൊണ്ടില്ല. കൊണ്ടതേ ഇല്ല, ആരും കണ്ടതേ ഇല്ല. എന്തോ ഇതുവരെ പോയി. അവന്റെ നടിയിടി എറി വാങ്ങിയത്. എന്ത് സംഭവിച്ചേ? എറി കിട്ടില്ല. ഇല്ല, കിട്ടില്ല. നീ അച്ഛനെ കേറ്റാൻ പോവാണ്. ക്രിക്കറ്റിലാണ്. ക്രിക്കറ്റ് കണ്ടിട്ടില്ലല്ലോ അച്ഛൻ ക്രിക്കറ്റ് കളിക്കുന്ന? കണ്ടോ? നമ്മ കണ്ടത് കളിക്കുന്ന നമുക്ക് എന്തിനു വെച്ചാ ഹെൽമെറ്റ്. അതാ പുറഞ്ഞു അടി. 4 or 6 അടിച്ചാൽ ഞാനും അമ്മയും ഡാൻസ് കളിക്കാം. ശരിക്കും അതാ അച്ഛൻ ഒന്നാമത്തെ പന്ത് നേരിടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഓ, അതൊരു യോർക്കർ ആയിരുന്നു സുഹൃത്തുക്കളെ. അച്ഛൻ കണ്ടില്ല പന്ത്. അച്ഛടിച്ച തോറ്റുപോയി. കണ്ടം പ്ലേയേഴ്സാ. അച്ഛന്റെ കണ്ടത്തിൽ ആ പെർഫോമൻസ് കൊണ്ട് എടുക്കാൻ പറ്റില്ല. മൊത്തം കഴിവ് കൊണ്ട് വെളിയെടുക്കാൻ പറ്റില്ല. മൊത്തം കഴിവെടുക്കാൻ പറ്റില്ല. ഒന്ന് സത്യം പറഞ്ഞ് ഇന്ന് എന്തിനാണ് തിരുവനന്തപുരത്ത് വന്നതെന്ന് അച്ഛൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. ബർത്ത്ഡേ ആഘോഷമാണ്, അതുകൊണ്ടാണ് വന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ ഒന്നും അറിയാതെ കാരണത്തിരിക്കുകയാണ്. നമ്മള് ഡ്രസ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഡ്രസ് ക്ലോസ് ആയി കഴിഞ്ഞാൽ നോക്കാം, അറിയത്തില്ല. ക്ലോസ് ആയി. നമ്മൾ കയറി ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയി. അച്ഛന് ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പ്ലാനിങ് ടൈമിങ് മൊത്തം തെറ്റി. അത് കുഴപ്പമില്ല, നാളെ ആയാലും നമുക്ക് ഷോപ്പിൽ പോയി വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് കേക്ക് കിട്ടിയ ഗൈസ്. അപ്പോൾ ഡിക്കി തുറന്ന് കേക്ക് എടുക്കാം. ഉനക്കെന്ന വേണം சொல் ഉലകത്തെ കാട്ടச் சொல். അച്ഛൻ്റെ സർപ്രൈസ് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു വെള്ളി കൊലുസു പോലെ இந்த ഭൂമി. എന്റെ ബർത്ത്ഡേ ഇത് ആദ്യമായിട്ട് ജീവിതത്തിൽ ഇതുവരെ ആദ്യമായിട്ടോ കേക്ക് കട്ടി. ഇന്നേ വരെ കേക്ക് ഇതുവരെ ആദ്യമായിട്ട് എന്നെ കരയിപ്പിക്കും. തന താനന തരണം തം തന താനന തരണം തം തന താനന. ആരെ എഴുതിയെന്നറിയാവോ? ഞാനാ എഴുതിയത്. ഇതിനായിട്ടാ ഇന്ന് വന്നത്. നമ്മൾ ഇതിനല്ലേ ഇന്ന് ലുലുവിൽ വന്ന് അടിച്ച് പൊളിച്ചത്, ബർത്ത്ഡേ ആഘോഷിച്ചതാ. ഇന്നേ വരെ ഒരു പായസം പോലും വെച്ചിട്ടില്ല. മെയിനായിട്ട് നമ്മള് എല്ലാ വർഷവും ഓർക്കാറില്ല. അമ്മയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ഞങ്ങൾക്ക് ഓർമ്മയില്ല, ആരും പറയാറുമില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മള് മുമ്പേ ഓർത്ത്. മുറിവാണല്ലേ മുറിവ് പറഞ്ഞ് അങ്ങനെ
എന്തായാലും കട്ട് ചെയ്യുക. ഓക്കെ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കും നെൻ തീരമോഹത്തുമ്പാലേ ഇനിയും നിന്നുള്ളം നോവല്ലേ നന്നായി ഒരു ബർത്ത്ഡേ ആരും ആഘോഷിച്ചു അങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുമില്ല. അച്ഛനും ഇടയ്ക്ക് ഓർക്കത്തില്ല. ഇല്ല. പിന്നെ എന്തെങ്കിലും കാര്യത്തിന് ചെല്ലുമ്പോഴാണ് എത്ര വയസ്സായെന്ന് ചോദിക്കും, ഇത്ര വയസ്സായെന്ന് പറയും. SSLCയുടെ നമ്മൾ മറ്റേ SSLCയുടെ ഒരു മാർക്ക് റിവീലിംഗ് കണ്ടില്ല. അപ്പൊ അതിനകത്താണ് ഡേറ്റ് ഓഫ് ബർത്ത് മൃദുല ഓർത്തിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും കൊച്ചും ആരും അമ്മ പോലും നമ്മളെ ഓർത്തിരിക്കാറില്ല. അവർ രണ്ടുപേരും ബർത്ത്ഡേ നമ്മള് ഓർത്തിരിക്കാറില്ല. നമ്മുടെ ബർത്ത്ഡേ ഇവര് കറക്റ്റായിട്ട് ഓർത്തരാണ്. അപ്പൊ നിങ്ങൾ അച്ഛനും അമ്മയുടെയൊക്കെ ബർത്ത്ഡേ പറ്റുമെങ്കിൽ ആഘോഷിക്കുക. നമുക്കിതൊക്കെ ഇപ്പോഴേ പറ്റത്തുള്ളൂ. ഇതുവരെ അങ്ങനെ നമ്മൾ കേൾക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്നൊരു പായസം പോലും ആരും വെച്ചിട്ടുമില്ല. അതിനായിട്ട് ഓർക്കൂല. ഇന്നും സമയം നമ്മള് യവമാർക്കുള്ള ഒരു വയസ്സോട്ട് നമ്മൾ ആഘോഷിക്കും. അപ്പൊ ഗൈസ്, ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടാണ് അച്ഛൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി അടുത്ത അമ്മയുടെ ബർത്ത്ഡേ നമ്മൾ ഇനി അടുത്ത വർഷം ആഘോഷിക്കുന്നത്. നമ്മൾ സ്കിപ്പായപ്പോൾ ഇത്രയും നാളെ നമ്മൾ അത് ഓർത്തിരുന്നിട്ടില്ല കേട്ടോ. അപ്പൊ എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള ബ്രെഡ് കിട്ടണവരെ ബൈ.